ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാലേ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസ് ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കണം. ഈ മേക്കപ്പ് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന വെറും 7 പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മോയ്സ്ചറൈസർ തേക്കുമ്പോൾ ഒന്ന് നല്ലതായിട്ട് മസാജ് ചെയ്ത് തേച്ചാൽ നല്ലതായിരിക്കും ഫേസിന്. നെക്കിലും തേക്കാൻ മറക്കരുത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സൺസ്ക്രീൻ. ഇപ്പോൾ സൺസ്ക്രീൻ എടുക്കണം. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഐബ്രോസ് എഴുതാം. അതിനുവേണ്ടി ഈ ഒരു ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലായിരിക്കുമല്ലോ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കൊന്നും ചെയ്യാത്ത ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് മതി. നമ്മൾ വീട്ടിലാണല്ലോ എല്ലാവരും ഇരിക്കുക. എന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോൻ്റെ അവസാനം ഞാൻ സാരിയിൽ എങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ഐഡിയാസും പറഞ്ഞു തരുന്നതായിരിക്കും. ഐബ്രോ എഴുതിയത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പാലറ്റിൻ്റെ പുറയിൽ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് നമുക്കത് തുടച്ച് കളയുന്നതാണ്. ഓവറായിട്ടുള്ള ഐബ്രോ പൗഡറെല്ലാം. നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ ഇടാം. ഐ ഷാഡോ ഇടാൻ വേണ്ടി ആ സെയിം ഐബ്രോ പാലറ്റാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഈ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് സെറ്റ് ഐ ഷാഡ് ഇട്ട് കഴിഞ്ഞു. കണ്ടോ? നെക്സ്റ്റ് ഞാൻ സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ആ ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഐ ഷാഡോ പോലെ ഇടാൻ പോവാം. ഞാൻ നടുക്കായിട്ടാണ് ഇടുന്നത്. ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞു. നമ്മുടെ കണ്ണിൻ്റെ താഴെയും കൂടെ ഒന്ന് ഇടാം. എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കോണ്ടൂർ പോലെ മൂക്കിലിടാം. ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് കൊണ്ട് എന്തെല്ലാം യൂസസ് അല്ലേ. നെക്സ്റ്റ് ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കൊരു സെറ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യാം. പൗഡർ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഇനിയും കണ്ണെഴുതാം. ഞാൻ അതിന് ലാക്മേയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുകളിൽ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടിയിൽ എഴുതാം. വിത്ത് ഐക്കോണിക് കാജൽ ലാക്മേ.
കണ്ണ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് മസ്കാര ഇടാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ മസ്കാരയാണ്. ഇപ്പോൾ ഞാൻ മസ്കാര ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു പൊട്ട് ഇടാം. ലിപ്സ്റ്റിക് ഇടാം. ഞാൻ ആ ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുടി ഞാൻ എങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഈ പാട്ടിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് തിരിക്കും മുടി. എന്നിട്ടൊരു ക്ലിപ്പ് വെച്ചിട്ട് കുത്തും. അതേപോലെ തന്നെ ഇവിടെ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്. മുടി ഇങ്ങനെ തിരിച്ചിട്ട് ബാക്കിൽ പിൻ കുത്തി വെച്ചാൽ മതി. വളരെ സിമ്പിൾ ഹെയർ സ്റ്റൈൽ. സോ ഞാൻ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഇനി സാരിയിലേക്ക് ഇടട്ടെ. സോ സാരി മാറിയിട്ട് വരാം. സോ ഞാൻ സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് വന്നേക്കുവാണ്. എങ്ങനെയുണ്ട്? സോ ഇതാണ് എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക്. മുടി കെട്ടി വെച്ചതെല്ലാം സാരി എടുത്തപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ എന്താ അയച്ചിട്ടു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെത്താനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോൺ ചാരി വെക്കാനും എന്തെങ്കിലും എടുക്കുക. ഞാനൊരു സ്പീക്കർ എടുത്തേക്കുന്നത്. എന്നിട്ട് എടുത്തിട്ട് നമ്മുടെ ഫോൺ അതിൽ ചാരി വെച്ചിട്ട് സെറ്റ് ടൈമിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. റിംഗ് ലൈറ്റ് ഉള്ള പോലത്തെ എഫക്റ്റ് ഫോട്ടോ കിട്ടാൻ വേണ്ടി നമ്മൾ ഫോട്ടോ നമ്മുടെ വിൻഡോയിൽ ചാരി വെച്ചിട്ട് എടുക്കണം. അപ്പം നമുക്ക് നിന്ന് തന്നെത്താനെ ടൈമർ വെച്ച് എടുക്കാം. Tell me pretty lies, look me in the face. Tell me that you love me, even if it's fake.